கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி വീട്ടിൽ സൗഖ്യമാണ് സൗഖ്യമേ പതിവില്ലാണ്ട് പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ. ഉന്നെ എണ്ണി പാർക്കയിൽ കവിത കൊട്ടുത് അത് എഴുത നിനക്കയിൽ വാർത്ത മുട്ടുത്. നല്ലതാട്ടോ പാട്ട്. ഈ പാട്ടൊക്കെ പാടിയല്ലേ നിന്നെ ഞാൻ വളച്ചേ. ആ അതൊക്കെ ഒരു കാലം. എന്ത് രസായിരുന്നു അല്ലേ മുത്തണ്ണ. അതെ, എന്റെ സാമ്പാർ സാധനത്തിനകത്ത് നീ ലവ് ലെറ്റർ വെച്ച് തന്നതും ടീച്ചർ അത് പിടിച്ചതും വെയിലത്ത് നിർത്തിയതും ഓർത്തിട്ട് എന്റെ കുളിര് കോരുവാ എനിക്ക്. റൊമാൻസിന്റെ കാര്യം പറഞ്ഞ പോലെ പിടിച്ച കാര്യമൊക്കെ എന്തിനാ പറഞ്ഞോണ്ടിരിക്കണ മുത്തണ്ണ, നാണാവുന്നു. നീ നമ്മളാ 10ാം ക്ലാസ്സിൽ ടൂർ പോയത് ഓർക്കുന്നോ? നല്ല ഓർമ്മ ഉണ്ട്. ഊട്ടി ആ ഒരു ക്ലൈമറ്റും. സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോഴാ നിന്നോട് ഒരു ഇത് വന്നത്. നമ്മൾ ഒരു സീറ്റില് അടുത്തടുത്തല്ലേ ഇരുന്നിരുന്ന മുത്തണ്ണ. അതെ, ഓർമ്മയില്ലേ മുത്തണ്ണന്? അതെ, അന്നാ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഛർദിച്ച്. ഞാനൊന്ന് റൊമാൻസ് ആയി വരുമ്പോൾ നിങ്ങളുടെ ഒരു കള്ളൂടിയുടെ കാര്യം. മുത്തണ്ണ എന്താ മുത്തണ്ണന് പിന്നൊന്നും ഓർമ്മയില്ല? പണ്ട് എന്തൊരു സ്നേഹമായിരുന്നു മുത്തണ്ണൻ. എന്റെ പിന്നാലെ വാലാട്ടി നടക്കുമായിരുന്നു മുത്തണ്ണൻ. മുത്തണ്ണ இதுக்கு மேல ஏதாவது செஞ்சா உடம்பு இருக்கும், ஆனா உயிர் இருக்காது. குத்தாதமா குத்தாத, என் நண்பனை குத்திராத. പേടിച്ചാ? என்ன பண்றீங்க? ശരിക്കും പേടിച്ചാ? അത്രേ ഉള്ളൂ, അഭിനയായിരുന്നു. ഭയന്തേ പോയിട്ട് നാന് കണ്ടോ, ഞാൻ നല്ല നടിയാണ്. അയ്യേ, ഇതായിരുന്നു അഭിനയം. മോളെ കത്തി മാറ്റി. ആ പേടിച്ചില്ലേ? ഇതാണ് അഭിനയം. മോള് നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ. ഒന്നും ആയില്ല, നീ വന്നത് കാര്യം എത്ര നേരം കണ്ടേ സഹിക്കുമെന്നറിയാം. അല്ല, കാരണം ഇപ്പൊ കാണിച്ചത് 7ാമത്തെ ഭാവമായിരുന്നു. 1 തൊട്ട് ആദ്യത്തെ ഭാവം 1/2 മണിക്കൂർ, 2ാമത്തെ ഭാവം 1/2 മണിക്കൂർ, 3.5 മണിക്കൂർ. நாங்க கீழே பேசிக்கிட்டு இருந்தோம், திடீர்னு பார்த்தா கத்துற சவுண்டு. அதான் ஓடி வந்து என்ன ஏதுன்னு பார்க்கலான்னு பார்த்தா கத்தியில நின்றுட்டு இருக்கு நீ. എന്നാലും നീ വന്നല്ലോടാ ഈ സമയത്ത്. നീ ദൈവമാടാ, ദൈവം. നൻപേണ്ടാ, ഇടക്കിടക്കൊന്ന് കാതോർത്തിരുന്നോണേ. അതെ, ഇനി ഇങ്ങനെ വലിയ ശബ്ദങ്ങളൊന്നും കേട്ടാ ഓടി ഇങ്ങോട്ട് വരണമെന്നില്ല രണ്ടാളും. ഞാൻ ഇവിടെ പല തരത്തിലുള്ള പ്രാക്ടീസ് നടത്തും. ഞാൻ മരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഭയങ്കര വേദന എടുത്ത് മരണവെപ്രാളത്തിൽ മരിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കും. ഒന്നും കേട്ട് ഭയപ്പെടണ്ട. ഞാൻ ഒരു ഓസ്കാർ മേടിച്ചിട്ട് ഞാൻ റെസ്റ്റ് എടുക്കുള്ളൂ. ഹെൽപ്പ് ചെയ്യാൻ എന്നെ വിളിച്ചാൽ മതി. അയ്യോ കുഴപ്പമില്ല, അഭിനയത്തിന്റെ കാര്യത്തിൽ എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട. ഇവളും നല്ലോണം അഭിനയിക്കും കേട്ടോ. ആണോ? ഞാൻ പണ്ട് സ്കൂളിലൊക്കെ മോണാക്ടൊക്കെ അവതരിപ്പിക്കാറുണ്ട്. ഞാൻ എന്റെ പടത്തിലൊരു നായികയെ നോക്കുന്നുണ്ട്, നല്ല അഭിനയിക്കുന്ന ഒരാളെ. നായികയായിട്ടല്ലേ? ഞാൻ ചെയ്യും ചേട്ടാ. അതെ, കുട്ടി വല്ല നാടകത്തിലും അഭിനയിച്ച് തുടങ്ങ്. സിനിമയൊക്കെ കുറച്ച് ടഫാണേ, ബുദ്ധിമുട്ടാ. ഇല്ല, ഞാനൊക്കെ ചെയ്യും. ഞാൻ അത്യാവശ്യം അഭിനയിക്കാറുള്ളായിരുന്നു പണ്ടൊക്കെ. ആണോ? ഭയങ്കര പ്രശ്ന സിനിമയില്. അറിയാവോ, ഈ ഡയറക്ടർമാരൊന്നും അത്ര നല്ല ആൾക്കാരൊന്നും അല്ല. ചേട്ടൻ അറിയാവോ, കഴിഞ്ഞ വാർത്ത ചേട്ടൻ കേട്ടില്ലേ? സിനിമയിൽ അഭിനയിപ്പിച്ചിട്ട് അനാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരൊക്കെ അറസ്റ്റിലായത് അറിയില്ലേ? ആണോ ചേട്ടാ? അങ്ങനെയൊക്കെ ഉണ്ടോ സിനിമയില്? കുടുംബത്തില് ജീവിക്കുന്ന ഞാൻ പറയട്ടെ, അതെ, ഈ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ പരിപാടിയൊന്നും അല്ല ഇതൊന്നും. എന്നാ അഭിനയിക്കണ്ട ചേട്ടാ, നമ്മളൊക്കെ കുടുംബത്തിൽ പറഞ്ഞല്ലേ. അത്രേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ റീലൊക്കെ ചെയ്യാട്ടോ. ശരി മോളെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാട്ടോ റീല്. ശോഭന ഇപ്പൊ അഭിനയം നിർത്തിയ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഏറ്റവും നല്ലത്. അതിന് ശോഭന തുടങ്ങിയിട്ടില്ലല്ലോ നിർത്താനായിട്ട്. തുടങ്ങുമ്പോ പറഞ്ഞാ പോരെ, അല്ലേ? എങ്ങനെ തുടങ്ങാൻ ഉദ്ദേശം? അല്ല, അഭിനയിക്കുമ്പോ തുടങ്ങുമ്പോ പറഞ്ഞാ പോരെ. പെണ്ണുങ്ങൾക്കല്ലേ വിഷയമുള്ളൂ. ഇടയ്ക്ക് എന്തെങ്കിലും സപ്പോർട്ടിങ് ആയിട്ട് എന്നെ വിളിക്കും, ഞാൻ വന്ന് സപ്പോർട്ട് ചെയ്ത് അഭിനയിക്കാം. അത് പിന്നെന്താ, പറഞ്ഞാ പോരെ സുബുന്റെ. അതെ, അതിന്റെ ആവശ്യമില്ല കേട്ടല്ലോ. നിങ്ങൾ അഭിനയിക്കാൻ നിൽക്കണ്ട. ഞാൻ അഭിനയിക്കുകയാണെങ്കിൽ അഭിനയിക്കാം, നിങ്ങൾ അഭിനയിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ. അല്ല, നീ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരണം. എനിക്ക് ഒരു പ്രത്യേക അത്യാവശ്യ പണിയുണ്ട്, ഞാൻ പോയിട്ട്. എന്തുവാടാ, ഞാൻ ഒന്ന് എന്തെങ്കിലും കുറച്ചാലും നിന്ന് പോയിട്ട് വരാം. ശരി 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 ശരി. അപ്പൊ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരാൻ നിക്കണ്ട. വരില്ല, ഞങ്ങൾ വരേയില്ല. ബൈ. സുബു, നീ എന്താ ആ കുട്ടീനെ നായികയാക്കുന്നു പറഞ്ഞേ? അല്ല, വേറെ ആരുടെയും സിനിമയിൽ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എന്റെ സിനിമ വരാൻ പോകുന്നുണ്ട്, നായികയാവാൻ താല്പര്യം ഉണ്ടോന്നാണല്ലോ ചോദിച്ചത്. നായിക എന്ന് പറഞ്ഞാൽ നീ ഉണ്ടല്ലോ, അപ്പൊ നിന്റെ പുറകെ നിൽക്കാനും കുറെ പേര് വേണമല്ലോ. അങ്ങനെ ഇപ്പൊ വേണ്ടല്ലോ. ഒരു വീട്ടിൽ നിന്ന്, ഒരു പരിസരത്തുനിന്ന് ഒരാൾ മതിയല്ലോ. അപ്പൊ 14 ജില്ലയിൽ നിന്ന് ഓരോരുത്തരെ ഞാൻ കൊണ്ടുവരണോ? நண்பன் கத்தி முனையில நிக்கிறத பார்த்தோன்னு அப்படியே ஷாக் ஆயிட்டேன் நானு. ஒரு சாவம் கிடக்கும்ல, നിങ്ങളുടെ ഒരു തമിഴ്
അതെ, ഈ ഒരു കാര്യം ആദ്യമേ പറഞ്ഞല്ലോ അവളൊക്കെ പെണ്ണുമ്പളെ ശരിയല്ലാന്ന്. അപ്പൊ നിങ്ങൾ എന്താ പറയാ, നിങ്ങളൊരു നൻപരും നൻപിയും. നിങ്ങൾ അവിടുന്ന് ഒച്ച കേട്ടപ്പോ ഓടിച്ചത് നിങ്ങൾ എന്താ കണ്ടേ? അവിടെ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ കത്തി മുന്നിൽ നിർത്തിയിരിക്കുക. ഞാനല്ലോ അങ്ങനെ ചെയ്യാറുണ്ട് നിങ്ങളെ. അത് ചുമ്മാ ആക്ടിങ്. അത് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞായിരിക്കും. പിന്നെ ആക്ടിങ് ഇങ്ങനെ കത്തി പിടിച്ചിട്ടാണല്ലോ ആക്ടിങ്. നീ ഈ ഷൂട്ടിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനൊക്കെയാണ് അഭിനയിക്കുന്നൊക്കെ. അത് നീ കാണാത്തതിന്റെ കുഴക്കവാ. നിനക്ക് ഈ ലോകപരിചയം കുറവാ, അതിന്റെ ഒരു വിഷയമാ. ലോകപരിചയം കുറവാന്നല്ലേ? പച്ചവെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അത് കത്തിക്കുത്താണോ അല്ലെങ്കിൽ അഭിനയാണോ മനസ്സിലായോ? നീ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടോ? അവിടെ എങ്ങനെ കുത്തുന്നതും ചാവുന്നതും ഒക്കെ എടുക്കുന്നത്? ഇതുപോലൊക്കെയാ. നോക്കി മനുഷ്യ, നാളുണ്ടല്ലോ അവൾ അവനെ കൊല്ലും. அவங்க 2 பேரும் நல்ல പാർട്ട്നേഴ്സ്. കണ്ടാലും മനസ്സിലാവും തീരെ ശരിയല്ല അവർ രണ്ടുപേരും. നിനക്ക് കുശുമ്പാടി. നീ കുശുമ്പിന്റെ പുറത്താണ് ഇത് മൊത്തം കാണുന്നത്. അതിന്റെ ഒരു കുഴപ്പമാണ് നിനക്ക്. ആർക്കാ കുശുമ്പ്? ആർക്കാന്ന്? എനിക്ക്. മര്യാദക്ക് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറയണ കേട്ടാ മതി. കേട്ടല്ലോ? നിങ്ങൾക്ക് ഒരു നാൾ മനസ്സിലാവും ഞാനാ ശരിയെന്ന്. മനസ്സിലായോ? ആ പെണ്ണുമ്പോൾ ശരിയല്ല. എനിക്കിത് കേട്ട് മടുത്ത്. എനിക്ക് ഈ വല്ലവരും കുറ്റം പറയാതെ നല്ലത് വല്ലതും പറയാമോ? നല്ലത് തന്നെ. നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാ പറയുന്ന മനുഷ്യ. അവരുണ്ടല്ലോ, അവർ രണ്ടുപേരും എന്തേലും സംഭവിച്ചു, അയാൾക്ക് എന്തേലും സംഭവിച്ചു, നിങ്ങളുടെ നൻപനല്ലേ, ആരാ ഉത്തരവാദിത്തം പറയേണ്ടി വരിക? ആരുത്തരം പറയേണ്ടി വരും? നിങ്ങൾ പറ. ഇതൊന്നും നടക്കാതെ. എനിക്ക് പറ്റില്ല മനുഷ്യ. എനിക്കിതൊന്നും കാണാൻ വയ്യ. ആവശ്യമില്ലാത്തൊക്കെ എന്തിനാ ചിന്തിക്കുന്നേ? അവരൊരു റിഹേഴ്സൽ ചെയ്തുകൊണ്ട് ഏതാണ്ട് ഇരുന്നു, അതിന്റെ ഇടയ്ക്ക് സംഭവിച്ചു. നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് അവിടെ പോയി. ഇത് അത്രേ ഉള്ളൂ. ഇല്ല, അതിന് അവൻ അവളെ കൊല്ല്, അവൻ ഇവളെ തിരിച്ചു കൊല്ല്, അവന്റെ സ്വത്ത് പോകും. ഇല്ല, നിങ്ങൾ പറയണ ഞാൻ കേക്കില്ല. ഇത് എന്തെങ്കിലും നടക്കും, ഉറപ്പാ. അവളെന്തായാലും അവനെ കൊല്ലും, ഉറപ്പാ. ഞാൻ പറയുന്നത് എന്താ നീ കേട്ടിട്ടുള്ള അല്ലേലി? നിന്റെ ചാട്ട എങ്ങോട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചാ? എന്റെ അഭിനയം കണ്ടിട്ട് അവര് പേടിച്ചടാ. ഞാനും പേടിച്ചായിരുന്നു ഇടയ്ക്ക്. നല്ല അഭിനയമായിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ പ്രോപ്പർട്ടി ഒക്കെ എങ്ങനെ നിനക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി മേല ഞാൻ നല്ലൊരു നടിയല്ലാന്ന് പറയാൻ പാടില്ല. നീ നല്ല നടിയല്ലേടി. ഞാൻ ചുമ്മാ നിന്നെ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയ. താങ്ക് യു. ഇതുപോലെ അതെ, നിന്നെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഇത്രയും കഴിവുള്ളൊരു ഭാഗ്യം തന്നതിന് ദൈവത്തിനോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അതെ സുബ്ബു, വെറുതെ ഇങ്ങനെ പുകട്ടി എങ്ങനെയാ ശരിയാവുന്നേ? പോയിട്ടെ ഒരു 3 ജോഡി നല്ല ഡ്രസ്സ് മേടിച്ചോണ്ടാ. എനിക്ക് റീല് ചെയ്യാനുള്ളതാ. ഓക്കെ, ബൈ സുബ്ബു. മുത്തോ, ഞാൻ വലിയൊരു കുഴി നിൽക്കുക. നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കണ്ടിപ്പാടാ சொல்றா. നിനക്കറിയാലോ എന്റെ കാര്യങ്ങളൊക്കെ. ഞാൻ ഇവിടെ താമസിക്കുന്നു, മറ്റേ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അറിയാലോ. എടാ, ഒരാളോടെ താമസിക്കാൻ വരുന്നുണ്ട്. അതിന്റെ കൂടെ വാടകയും കടിച്ചിട്ട് ഒന്ന് കുറച്ച് തരണം. അവിടെ താമസിക്കാൻ ഒരാളും വരുന്നു, നിനക്ക് വാടകയും കുറക്കണം. ഇത് ഇവിടുത്തെ ന്യായവാടാ. ഞാൻ ആരോടാടാ ഇത് പറയുന്നത്? എന്റെ അവസ്ഥ നിനക്ക് അറിയാവല്ലോടാ. താമസിക്കാൻ വരുന്ന പെണ്ണാണോ? ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കത്തില്ലെന്നറിയാലോ. എന്നാ ഇതും നടക്കത്തില്ല, ഒട്ടും നടക്കാൻ സാധ്യതയില്ല. നീ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കും. അങ്ങനെ പറയല്ലേ അളിയ, ഭയങ്കര കഷ്ടപ്പാടില്ല അളിയ. എന്റെ കയ്യിൽ കിടന്ന ആ ഒരു വള കൊടുത്തേച്ചാണ് ഞാനിപ്പോ ആണെങ്കിൽ വാടക തന്നെ വരുന്നത് തന്നെ പറഞ്ഞാണ് അവളോട് കൺവിൻസ് ചെയ്ത് താമസിപ്പിച്ചിരിക്കുന്നത്. ഇനി ഒരാളെ ഇവിടെ സഹിക്കാൻ പറ്റത്തില്ലടാ. അയ്യോ, വൈഫിന്റെ അടുത്ത് സംസാരിക്കുന്ന കാര്യമാണ്. ചന്ദ്രൻ അടുത്താണെങ്കിൽ നമുക്ക് സംസാരിക്കാം. കാരണം എന്താ പറയുക, ഈ വരുന്ന ആളുണ്ടല്ലോ മറ്റേ നാടകം കാര്യങ്ങളിലൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്ന ഒരാളാണ്. അതിന്റെ അകത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ, അതിനകത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഓണായി കഴിയുമ്പോൾ നിനക്ക് മെയിൻ ഒരു വേഷം. നിനക്ക് പിന്നെ ഒട്ടും നടക്കില്ല. സിനിമാക്കാരനാണെ അവൻ അലമ്പായിരിക്കും. ഒട്ടും ഞാൻ സമ്മതിക്കുന്നു. നിന്നെയും എന്നെയും സൃഷ്ടിച്ചതവനാ, എന്നെയും നിന്നെയും സൃഷ്ടിച്ചതവനാ, കാറ്റും കടലും സൃഷ്ടിച്ചതവനാ, കാറ്റിന്റെ കലിയും സൃഷ്ടിച്ചതവനാ.